അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പുതറാണ്. അപ്പോൾ ഇച്ചയും പിന്നെ റിനുവും വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ നോമ്പുതറാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഉമ്മച്ചിത് ഇവിടെ നല്ല പണിയിലാണ്. സബോളൊക്കെ വട്ടിക്കൊണ്ടിരിക്കുന്നു. കുക്കറിൽ ബീഫ് കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോമ്പായിരുന്നു. നമുക്ക് ഇങ്ങനെയാണ് ഉപ്പും മുളകൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. കണ്ടിട്ട് കളർ നിൽക്കില്ലല്ലോ, എരിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മാങ്ങ ജ്യൂസാണ് കഴിക്കേണ്ടത്. അപ്പോൾ മാംഗോ നമുക്ക് ആദ്യം തോതി ഇളഞ്ഞെടുക്കാം. അപ്പം മാങ്ങ ജ്യൂസ് അടിച്ചത് കുറവായി പോയി. അപ്പം ഞാൻ അടുത്ത മാങ്ങ നീരിയട്ടെ. ഇത് ചോറ് റെഡിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പണികളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ജ്യൂസും വെള്ളമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ വരണം. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. പിന്നെ അവർ വരുമ്പോൾ നല്ല അടിപൊളി മഴ ആയിരിക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ ഇച്ച വരുമ്പോൾ മഴ പെയ്യണതാണ് നല്ലത്. കാരണം ഇച്ചൊക്കെ തീരെ ചൂട് പറ്റില്ല. അപ്പോൾ ഇച്ച എപ്പോഴും ഇടാൻ നല്ല ചൂടിന് മലപ്പുറത്തേനേലും ചൂട് വിടണമെന്നൊക്കെ പറയും. അപ്പോൾ മഴ പെയ്യണമായിരിക്കും നല്ലത്. പക്ഷെ കറണ്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇനിയിപ്പോൾ അവർ വരുമ്പോൾ. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇനി മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പൊ ദേ അവര് വന്നിട്ടുണ്ട് കേട്ടാ. റിനു, വലൈക്കും സലാം. വാ കേറിക്ക്. ഫ്രൂട്ട്സ്, പൊരിക്കടികൾ, പത്തിരി, പൊറോട്ട, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ജ്യൂസും നാരങ്ങളുണ്ട്, പിന്നെ നെയ്ച്ചോറ്. കഴിക്കി. വക്കറുണ്ട് കേട്ടോ. സുമിയ കുട്ടി മൈരാഞ്ചെടുത്തണോ? ഇവനാരണിച്ച ഇവനാരാണ്? അതെ, ഇവനാണ് ഈ കല്യാണം ഉണ്ടാക്കിയത്. ഇതാണ് സുമി. അതെ, ഇവന് നല്ല കല്യാണമൊക്കെ ശരിയാക്കി തരും. കുടുക്കി ഇന്നെന്തായാലും കാണിക്കൊക്കെ നെയ്ച്ചോറൊക്കെ എടുത്ത കറി ഉണ്ട്. ഇത് ചിക്കൻ കറി, അത് ബീഫ് കറി കേട്ടോ. ചപ്പാത്തി അല്ല, പത്തിരി. ഐസാനോടാണ് പാപ്പ ചോദിക്കുന്നത്. നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് എടുത്താ നെയ്ച്ചോറ് എടുക്കണം. ചേട്ടാ ഫേവറേറ്റ് ആണ് നെയ്ച്ചോറും ബീഫും. കഴിച്ചാ ഞങ്ങൾ ഇരിക്കാം. ഞാൻ ഇരിക്കണ്ടേ.
ചിക്കൻ ഫ്രൈ ഇവരെന്താളും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ എന്നോടും ഇച്ചാനോടും പറഞ്ഞേ വൈബ് സെറ്റാണ് നിങ്ങൾ കല്യാണം കഴിച്ച അടിപൊളിയായിരിക്കും, നിങ്ങൾ എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിച്ചാണല്ലേ. ഞങ്ങൾ ഇടക്കിടക്ക് ഉടക്കുമ്പോ ഇല്ലക്കറേ, ഞങ്ങൾ ഇടക്കിടക്ക് നിന്നെ നല്ല രീതിക്ക് പറയാറുണ്ട്. ഇസാമ പോയിത്തിലാണ്. ഞാന് വീട്ടിൽ നിന്ന് അങ്ങനെ പോണ്, ബാഗൊക്കെ എടുത്ത് നീ ഡിക്കി പറഞ്ഞോ, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടക്ക് വന്ന പൊടിനല്ലേ, മഴയും പിന്നെ വരുമ്പോഴുള്ള പൊടി. ബേഗുകളൊക്കെ വെച്ചു. എന്റെ ബേഗ് ബുക്കി സ്പേസ് ഒക്കെ ഉണ്ടല്ലേ. ഇനിയൊരു കവറും കൂടെ ഉണ്ട്. ഫുഡിന്റെ കവറില്ലേ? നമ്മ പോവല്ലേ? ആ അപ്പൊ എല്ലാം കിട്ടി ബോധിച്ചിരിക്കുന്നു. പിന്നെ ടിക്കടച്ചോളൂ പോവാം. പോവല്ലേ? അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അപ്പൊ ഗൈസ്, ഞങ്ങൾ നോമ്പുതറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും ഇനി മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. കറണ്ട് ഇല്ലാത്ത ഇവിടെ ഒന്നും ഒരു ഭാഗത്തും കറണ്ട് ഇല്ല. അപ്പൊ കറണ്ട് ഇല്ലാത്തൊരു വ്ളോഗൊക്കെ ആയിരിക്കും. അതെ, ഭയങ്കര ശരിയാണ്. ഞാൻ വിചാരിച്ച് മഴ ചെയ്തപ്പോ ഒക്കെ മഴയല്ലേ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, ചൂടിന് കുറവുണ്ടാവും അങ്ങനൊക്കെ വിചാരിച്ചു. പക്ഷെ മഴയും കഴിഞ്ഞ് ഇടിമിന്നലും എല്ലാം കഴിഞ്ഞിട്ടും കറണ്ട് ഇതുവരെയും വന്നില്ല. അപ്പൊ കറണ്ട് ഇല്ലാത്ത വ്ളോഗൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ മലപ്പുറത്തേക്ക് തന്നെയാണോ? അതിന്റെ ഇടയിൽ നിർത്തുന്നില്ല. അതിന്റെ ഇടയിൽ നിർത്തുന്ന വെച്ചാലും നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. ഇനി ഞങ്ങൾ കർമ്മ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊന്നാനി കർമ്മ റോഡ് അല്ലേ അച്ഛാ? ഞങ്ങൾ ഈ വഴിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴി തിരിച്ച് പോന്നിട്ടോ. വഴി തെറ്റി പോകുന്നൊന്നല്ല, റോഡ് ഒന്ന് തിരിഞ്ഞു പോന്നതാണ്. നമുക്ക് ഇവിടുത്തെ വൈബൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട്, അതെ, അപ്പൊ എന്തായാലും ഈ വഴിക്ക് പോകുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് ചാ. ആ ഷോപ്പുകളൊക്കെ തുടങ്ങിട്ടിച്ച തുടങ്ങി. എന്നാലേ നമ്മടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിർത്തണില്ല, കണ്ടാസ്വദിക്കല്ല. ഞാൻ ഇവർക്ക് ഒരു സാധനം വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ഞാൻ വാങ്ങിക്കൊടുക്കാനല്ല, വാങ്ങിക്കൊടുക്കണം. അതെ, പൊന്നാനി കർമ്മ റോഡിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് നോക്കിയിട്ട് കുറെ ദിവസം ഇങ്ങനെ കേൾക്കണം തുടങ്ങിട്ട്. ഇവിടെ ഫുഡിന്റെ മെയിൻ ഏരിയ ആണ് കേട്ടോ. എന്താ വേണ്ടി ഇറങ്ങും? കഴിച്ചോ? എടുത്തോ. റിനത് ഗ്രീൻ ചില്ലിയോ? ഇതെന്താ ഗ്രീൻ ചില്ലിയാ? എടുത്തോ. നമുക്ക് ടിഷ്യൂ ആണെന്ന്. ഹലോ, ഞങ്ങൾ പൊന്നാനി. റിനത് എടുത്തേ ഗ്രീൻ ചില്ലിയാ? എനിക്കത് വേണ്ടി എടുത്തോ. നമ്മള് നെല്ലിക്കല്ലേ? എനിക്ക് എടുത്തോ. എനിക്ക് ഓറഞ്ച് അടിയാണ്. ശരി, ഉപ്പുണ്ടാവും. മസാല കഴിച്ചിടാം.
ചെമ്മീൻ വേണ്ട, ബീട്രൂട്ട് എനിക്ക് വേണ്ട. ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേനും അവിടെ സോങ് ഒക്കെ വെച്ച് പിന്നെ ഫുള്ള് ആ ഒരു ബഹളമൊക്കെ ആയിട്ടോ. അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ആ സോങ് ഉള്ളിടത്ത് പിന്നെ ഞങ്ങൾ അധികം അങ്ങനെ വീഡിയോ കാര്യങ്ങൾ അങ്ങനെ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ട്രൈ ചെയ്തത് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിളിൽ സ്പെഷ്യൽ മസാല, അതായത് നല്ല എരിവുള്ള മസാല വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുത്തുള്ളത്. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് പിന്നെ കുൽക്കി സർബത്ത് പോലത്തെ ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ 2 പയ്യന്മാരാണ് കേട്ടോ നമുക്ക് എടുത്തൊക്കെ തന്നിരുന്നത്. കുലുക്കികൾ തന്നെ പല പേരിലാണ് കേട്ടോ, പറസൗദ, മലബാർ കുലുക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് പറസൗദ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ പാലക്കാടൻ സോഡ അതാണ് കേട്ടോ പിന്നെ വാങ്ങിയത്. കുലുക്കി അടിക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന്. പിന്നെ ഈ ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഇപ്പോൾ അതിനുണ്ട്. അങ്ങനെ നമ്മൾ സാധനം കയ്യിലെത്തി. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടാണ് പിന്നെയും നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ റിനുവിനും നിനുവിനും എനിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് പാലക്കാടൻ സോഡ. അത് നമ്മൾ ഇതുവരെയും കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലൊരു എരിവോട് കൂടിയിട്ടുള്ളൊരു, നമുക്ക് പെട്ടെന്നൊന്ന് കിളി പോണേന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഐറ്റം കേട്ടോ. അതും അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ രണ്ടാമത് വാങ്ങിയില്ല. പറസൗദൊക്കെ നമുക്ക് ഇഷ്ടമായപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 3 ഗ്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടീനൊന്ന് ഗ്ലാസ് അങ്ങോട്ട് പൊട്ടി. പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്കും ഒരു സങ്കടമായിട്ടോ. ഇനി അവരെയൊന്ന് ചീത്ത കേക്ക് ഈ കുട്ടിക്ക് എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു നമുക്ക്. പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവരൊക്കെ നല്ലതായിട്ട് ഡീൽ ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് ചിലപ്പോൾ ചീത്ത പറയായിരിക്കും. പക്ഷെ എന്തായാലും അവരൊന്നും പറയാണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല, നീ ബാക്കിയുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അങ്ങോട്ട് മാറ്റിയിട്ടോ. മസാല 2 മസാല, കാന്താരി കാശ്മീരി ഏതാണ്ട് കാന്താരി മറ്റേ അടുത്ത നമ്മളെ കൂന്തൽ ഫ്രൈ ഉണ്ട് കേട്ടോ. നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള വെച്ചിനെ ട്രൈ ചെയ്യാൻ പോകണം. മസാല ഉണ്ട്, ഒരു സ്പെഷ്യൽ മസാല അതിൽ മുക്കിയിട്ട് ട്രൈ ചെയ്യാം. അതിന് നിർത്തിയാണ് കുട്ടിയെ കൊടുക്കും. ട്രൈ ചെയ്ത് അതിന് മസാല മുക്ക്, മസാല മുക്ക്. കിട്ടണം ചെയ്യേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൂന്തൽ കഴിക്കൂലേ? കൂന്തൽ കഴിക്കൂലേ? നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തു. ചെറുത് അടിക്കണത് ഓളിന്ന് യൂട്യൂബ് തുറന്നപ്പോഴും കണ്ടതാണ് അത്ര. അപ്പൊ എന്തായാലും ഇന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ നന്നായി. എനിക്ക് ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ കർമ്മ റോട്ടിൽ പോയി പൊന്നാനി. അപ്പൊ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയതിന് കൂടുതൽ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. കുൽക്കി സർബത്ത് അങ്ങനത്തെ സർബത്തുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസും മാങ്ങുപ്പിലിട്ടത്, അങ്ങനെ മസാല വരട്ടിയത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളു അല്ലേ. പിന്നെ കൂന്തൽ നിറച്ചത് ഉണ്ടായിരുന്നു. പക്ഷെ കോഴിക്കോടത്തെ കൂന്തൽ നിറച്ചത് നമ്മ തിന്നിട്ടില്ലെങ്കിലും അതിന്റെ അത്രക്ക് ആയിട്ടില്ല നമുക്ക് തോന്നിയ. അതല്ലേ ഞാൻ പറഞ്ഞ, അങ്ങനെ തിന്നിട്ടില്ല അതിന്റെ അത്ര ആയിട്ടൊന്നുമില്ല. ഇത് സാധാരണ എന്നാലും കൂന്തൽ നിറച്ചെന്ന് കേൾക്കുമ്പോ എല്ലാരും അവിടെ ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ അതിനുള്ള ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ എന്ത് തിരക്കാ? ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനൊക്കെയാണ്. അപ്പൊ ഒന്ന് വൈബടിച്ച് ഇങ്ങനെ ഈ വഴി പോകണമെന്ന് വെച്ചാല് നമുക്കൊന്ന് വരാം. അല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുന്ന വെച്ചാല് ഒന്ന് കമ്പനി അടിച്ച് ഇങ്ങനെ വന്നിരിക്കാം. അല്ലാതെ ഒരു പ്രത്യേകിച്ച് വലിയ കാര്യം അങ്ങനൊന്നുമില്ല. പഴയ പുത്തൂരിന്റെ അതൊന്നും ഇല്ല കേട്ടോ. പുത്തൂര് നമ്മ പോയത്രക്കൊന്നും ഇവിടെ ഒന്നുമില്ല.
പിന്നെ ഇവിടെ എല്ലാരും ഒന്ന് ഇപ്പൊ ഞങ്ങളെ പോലെ ഇവിടെ ഇവിടെ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിരിക്കും ആൾക്കാർ അല്ല, ഇവിടെ ഷോപ്പുകളാണ് അങ്ങനത്തെ അല്ല, നമ്മ നേരത്തെ കണ്ട പോലത്തെ അല്ല. അതിന്റെ ഉള്ളിലൊക്കെ ഇവിടെയാണ് വൈബിട്ടാ. ഞാന് ബാർബിക്കൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ. അതൊക്കെ മാങ്ങുപ്പിലിട്ടാണ് ഇങ്ങോട്ട് നോക്കിയ ഓരോ കൗണ്ടറുകളൊക്കെ ഗുൽക്കാണ്ട് ഇത് പറയണോ നോക്കണ്ട കേസ്. ഇപ്പൊ ഞാൻ പറയുമ്പോ ഇങ്ങനെ തിരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മ നേരെ വീട്ടിൽക്കോട്ടെ. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, വീട്ടിലേക്ക് പോണം. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കൊറേ ചെരുപ്പുകളും ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് നേരെ പോട്ടെ, അങ്ങനെ പറഞ്ഞാതില്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഇനി അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാല് അങ്ങനെ കാണിച്ചാൽ ഒന്നുമില്ല, നേരെ വീട്ടിൽ നിർത്തോളൂ. ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങക്ക് കുറച്ച് ഒരു തെറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതിൽ നേരത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല്, നമ്മ തൃശ്ശൂർ റോട്ടിൽ നിന്ന് വരുമ്പോ ഫസ്റ്റ് കാണുന്നത് കുറെ ആൾക്കാരെയും ബഹളൊക്കെ കാണുമ്പോ നമ്മ വിചാരിക്കും ഇതാണ് നമ്മളെ കർമ്മ റോഡിന്റെ, ഇവിടെയാണ് നമ്മ ഈ കാണുന്നത്, ഇതാണ് പരിപാടി എന്ന് വെച്ചാൽ ആരും അവിടെ കയറണ്ടെന്നല്ല. അതെ, കേറിക്കോ. പക്ഷെ അവിടെ മാത്രല്ല, ഞങ്ങൾക്ക് തെറ്റി പറ്റിയപോലെ നിങ്ങൾക്ക് തെറ്റിട്ടാണ്ടിരിക്കട്ടെ. ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറെ ഭാഗത്ത് ഇല്ലാത്തതുണ്ട്. അപ്പൊ നമ്മ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മ കൊറേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ച് അങ്ങനെ പോവാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, പുത്തൂരിന്റെ അത്രക്കൊന്നും ഫുഡും കാര്യങ്ങളൊന്നും പാടില്ല. വൈബ് കിട്ടണില്ല. ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ ഒരു വൈബ് എന്തായാലും ലെങ്തിനാട്ടും കൂടുതൽ ഏരിയ ഇവിടെ ഉണ്ട്. അതെ, അത്ര ഏരിയ ഇല്ലല്ലോ പുത്തൂര്, അത്ര ഏരിയ ഇല്ല. ഇവിടെ 16 ഏരിയ ഉണ്ട്. ഓരോ കട്ട് മലപ്പുറം ജില്ലനെ പോലെയാണ്. അവിടെ ഒരു ടൗൺ, ഇവിടെ ഒരു ടൗൺ, അങ്ങനെയാണ്. ഇവിടെ തന്നെ കുറച്ചിങ്ങനെ ലൈറ്റ് ഒന്നും ഉണ്ടാവൂല. എന്നിട്ട് പിന്നെ പോകുമ്പോ പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും കുറെ ഷോപ്പുകളൊക്കെ അങ്ങനെ. അപ്പൊ വരുന്നവര് അവിടെ വണ്ടിയിട്ടിട്ട് ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് അങ്ങനെ പോവാ. പക്ഷെ ഞങ്ങ ആദ്യം അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പിച്ച് പറഞ്ഞ് ഇനിയില്ല, നിങ്ങളെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പോവായിരുന്നു. സമയം 11 മണിയെ കഴിഞ്ഞ് ക്യാമറ തിരിച്ചു ആൾക്കാരെ കാണിച്ചു കൊടുത്തേ. ഓക്കെ, എന്നാലും ഇവിടെ ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇത്രേ ആൾക്കാരും ബ്ലോക്കും അങ്ങനൊക്കെ ആയിട്ടാണ് ഈ റോഡ് ഈ സമയത്തിട്ടാ. അപ്പൊ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് തിരക്കുണ്ടായിണ്ടാവും അവിടെ. അതെ, അപ്പൊക്കെ നല്ല തിരക്കുണ്ട്. ഇതിപ്പോ തറാവി കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങള് മാത്രല്ല, ഇത് കുറെ ഫാമിലീസ് ഉണ്ട് കേട്ടോ. അതിന്റെ തിരക്കാണ്. ശനി ഞായറല്ലേ? ശനി ഞായറല്ല, കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു തിരക്കാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. കഫേ റെസ്റ്റോറന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി റെസ്റ്റോറന്റുകളുണ്ട്, പക്ഷെ ഇവിടെ നിർത്തണില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ വീട്ടിന്ന് കുറച്ച് പൊരിക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടില് ഉമ്മിക്കും മിത്താക്കും കൊടുക്കേണ്ടതായിരുന്നു. അതെ, വിശക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മാത്രല്ല കേട്ടോ, കഴിച്ചു കഴിഞ്ഞാണ്. എന്നിട്ട് തന്നെയാണ്. ഇവിടെ പരിപ്പുവട, ചിക്കൻ റോള് അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് കണ്ടില്ല എന്തൊക്കെയാണ് തിന്നത്.